നമസ്കാരം. ഇത് ഒരു ബസ്സിലെ ഡ്രൈവർ എൻ്റെ നാട്ടുകാരനാണ്, പരിചയക്കാരനാണ്. അയാളുടെ ഭാര്യനാണ്, അയാളുടെ അനിയൻ കളിച്ചു കൊടുക്കുന്ന സംഭവം. ഈ ഡ്രൈവർ എപ്പോഴും എന്താ ചെയ്യുന്നറിയോ? രാത്രി വരുമ്പോൾ രണ്ടെണ്ണം വണ്ടിച്ചിട്ട്, രണ്ടൊന്നുമല്ല, നാലെണ്ണം കുടിച്ചിട്ട് വരിക. ഒന്നാമത്തെ ഡ്രൈവർ പണി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലത്തെ അത്ര സുഖമുള്ളതല്ല. ഇപ്പോൾ പവർ സ്റ്റിയറിങ്ങും പവർ ബ്രേക്കും വണ്ടി ഹെവി വണ്ടിയൊക്കെ ഓടിക്കാൻ വലിയൊരു ബുദ്ധിമുട്ടില്ല. പണ്ടത്തെ ബസ്സൊക്കെ ഓടിക്കാന്ന് പറഞ്ഞാൽ ആ ഒരു ടേണിങ്ങൊക്കെ ഓടിച്ച് കിട്ടുന്ന നല്ല അതുമല്ല, അന്ന് അധ്വാനം കൂടുതലാണ്, ഡ്രൈവർമാർ ക്ഷീണിക്കും. കൂടാതെ മദ്യപാനം. പിന്നെ എൻ്റെ വീഡിയോയിൽ കൂടുതലും തെറി പറയുന്ന ആൾക്കാർ പുരുഷന്മാരാണ്. കാരണം ഞാൻ സ്ത്രീകളുടെ പക്ഷത്താണ്. അവരോട് നല്ല നിലക്ക് നിന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ പുരുഷന്മാർ ആധിപത്യം കാണിക്കും. ഇപ്പം ഈ ഡ്രൈവറുടെ കാര്യം തന്നെ, വെള്ളം അടിച്ച് കയറി വരും 10-10:30 അത് ശരിയല്ല, കറിയിൽ ഉപ്പില്ല, മുളകില്ല. ഇതൊന്ന് വായിൽ വെച്ച രുചി വരെ മനസ്സിലാക്കാത്ത കണ്ടീഷനിലാണ് വരിക. അപ്പോൾ ഇവിടെ പണിഞ്ഞു കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി ദേഷ്യം അഭിനയിക്കുക. പോയിൻ്റ് മനസ്സിലാക്കണം. അവിടെ ഒരു പെണ്ണുണ്ട്, അവൾക്ക് പരിപാടി എടുത്ത് കൊടുക്കണം, എൻ്റെ കടമയെന്നൊക്കെ അറിയണ ആളാണ്. ഇപ്പോൾ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കിയാണ് കിടന്നുറങ്ങിയ ആ ഒരു കെയർ ഓഫിൽ ഉറങ്ങാമല്ലോ. അപ്പോൾ ശൃംഗരിക്കാനൊന്നും പോകണ്ടല്ലോ, തെറിയൊക്കെ പറയും. ഇവന്മാരുടെയൊക്കെ വിചാരം തിന്നാൻ കൊടുക്കണ്ടല്ലോ, അടിമയാണെന്നാണ് ഭാര്യ. ഇപ്പോൾ തമിഴ്നാട്ടിലിപ്പോൾ ഹൈക്കോടതി ഒരു വിധി പ്രസ്താവിച്ച്, പാസ്പോർട്ട് എടുക്കുമ്പോൾ ഭർത്താവിൻ്റെ ഒപ്പ് നിർബന്ധമില്ലെന്ന്, ഭാര്യയ്ക്ക് പാസ്പോർട്ട് എടുക്കുമ്പോൾ. ചിലപ്പോൾ അങ്ങനെ ഒരു നിയമം അവിടെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ കോടതി പറഞ്ഞ ഭർത്താവിൻ്റെ സ്വത്തോ അടിമയല്ല ഭാര്യ, അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഈ പെണ്ണ് തെറിയും കേട്ട് പകലന്തിയോളം പണിയെടുത്ത് കിടക്കാൻ നേരത്ത് തെറിയും കേട്ട് കിടക്കാനുള്ള സുഖമുള്ള ഏർപ്പാടല്ല. ഇതാണെങ്കിൽ അല്ല മുറ്റിയ പെണ്ണും. ഈ വികാരം കൂടുതലുള്ള പെണ്ണുങ്ങളാണ് കൂടുതലും ഇത്തരം സന്ദർഭങ്ങളിൽ. കുറച്ച് ധൈര്യം വേണം പരിപാടിക്ക് കൊടുക്കുക. വീടിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ വലിയ ധൈര്യം വേണ്ട, വിശ്വാസം മതി. അവിടെ ആരൊക്കെ എപ്പോൾ വരുമെന്നൊക്കെ അത് കറക്റ്റ് അറിയുമല്ലോ. ഓരോ വീട്ടിലും എല്ലാ പൾസ് അറിയുന്ന ആൾക്കാരല്ലേ അവിടെ ജീവിക്കുന്നത്. ഇയാൾ രാവിലെ പോവും, രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് പോവും. അപ്പോൾ വേറൊരു മുഖം ഡീസൻ്റായി. അപ്പം ഇവനാണെങ്കിൽ ആ 25 വയസ്സായി അനിയന്. അപ്പം അന്നും കുളിമുറിയൊക്കെ മുറ്റത്താണ്, മറപ്പരെ. ഇവിടെ കുളിച്ച് വരുമ്പോൾ നോക്കി നിൽക്കും, മുറിയിൽ വസ്ത്രം മാറുമ്പോൾ ഒളിഞ്ഞ് നോക്കും. ഇത് പെണ്ണിന് മനസ്സിലായിട്ടുണ്ട്. പെണ്ണിന് സെക്സ് ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട്. അവസാനം ഈ പെണ്ണെന്താ ചെയ്തതെന്ന് അറിയാം. ഇവൻ അവിടെ ഇരിക്കുമ്പോൾ നിലം തുടക്കാനൊക്കെ വന്നാൽ ഡ്രസ്സ് നല്ലോണം കയറ്റി വെച്ചിട്ട് നിലം തുടക്കുള്ളൂ. അപ്പോൾ ഇവരുടെ ഷഡ്ഡി വരെ ഇവന് കാണിച്ചു കൊടുക്കുക. മീൻ മുറിക്കാനിരിക്കുമ്പോഴും സാരി എടുത്തേക്കാണ്, സാരി നല്ലോണം പൊന്തിച്ച്. അപ്പോൾ ഈ ഷഡ്ഡി കാണാം. മീൻ മുറിക്കുമ്പോൾ വേറെ കുഴപ്പമുണ്ട്, പിന്നെ ഈ കൈ കൊണ്ട് ഡ്രസ്സൊന്നും നേരെ ഇടാൻ പറ്റില്ല. ഒരു കയ്യിൽ കത്തിമേലും മീനായിട്ടുണ്ട്, 2 കൈമേലും മീനായിട്ടുണ്ട്. പിന്നെ തുടയൊക്കെ കുറേ കണ്ടാലും പെണ്ണുങ്ങൾ പൊതുവെ സാരിയൊന്നും നേരെ ആക്കൂല. അല്ല പൂച്ചയൊക്കെ വന്നതിനൊക്കെ ഇങ്ങനെ ഓടിക്കുമ്പോൾ ഇവനിങ്ങനെ നോക്കി നിൽക്കും. അങ്ങനെ 2 കൂട്ടർക്കും അറിയും. പക്ഷേ ഇതാണല്ല ബന്ധമല്ല, തേടത്തിയമ്മയാണല്ല. ഈ മഴ ഭയങ്കര പ്രശ്നമാണ്. നല്ലൊരു മഴക്കാലം വന്നപ്പോൾ ഉച്ചയൂണ് കഴിഞ്ഞിട്ട് ഇവളുടെ മുറിക്ക് ചെന്ന് വിറച്ചാണ് ചെല്ലണത്. ഒരു ഉച്ചമയക്കത്തിന് ഇവൾ ഇവൻ കയറി ചെന്നപ്പോൾ നല്ല വാതിൽ തുറന്ന്, പുറത്തെ വാതിലൊക്കെ കുറ്റിയിട്ടുണ്ട്, വാതിൽ തുറന്നിട്ട് ഇവൻ ആ റൂമിലേക്ക് കയറി. കുറ്റിയിടാത്ത ഇതാണ്. അങ്ങനെ ഇവൻ നിൽക്കുകയാണ് അവിടെ. പെട്ടെന്ന് ഇവള് ചാടി എണീറ്റ്
കട്ടിലെടുത്താൽ നിൽക്കണേ. എണീറ്റ് ഇവളാകെ അപ്സെറ്റായി. പക്ഷേ ഇവള് പ്രതീക്ഷിച്ചിരുന്നു. ചാടി എണീറ്റ്. അപ്പോൾ ഇവൾക്ക് മനസ്സിലായി ഇവള് ധൈര്യം കാണിച്ചിട്ടില്ലെങ്കിൽ പണി നടക്കില്ലെന്ന്. ഇവൻ്റെ ധൈര്യം മാക്സിമം ഒക്കെ കണ്ടത് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവള് അവൻ്റെ കൈമേ കയറി പിടിച്ച്, മോന് കൊതിയുണ്ടോ, എഴുത്തിയമ്മനെ വേണോ ചോദിച്ച്. അതോടുകൂടി ഇവൻ കെട്ടിയാണ്ട് പിടിച്ച്. തകർത്ത് പെയ്യണം മഴ. എഴുത്തിയമ്മയുടെ സാരി, ബ്ലൗസ്, അടിപ്പാവാട, ബ്ലേസർ, പിന്നെ കട്ടിൽമേക്ക് തള്ളിയിട്ട് ഷഡ്ഡി മെല്ലെ ഊരി. അപ്പോൾ ഇവന് വായിച്ചുള്ള അറിവുണ്ട്. ഈ പ്രായക്കാർക്ക് നല്ലോണം നാവും കൊണ്ട് ചെയ്തു കൊടുക്കണം. അങ്ങനെ എഴുത്തിയമ്മക്ക് ഫസ്റ്റ് പരിപാടി തന്നെ ഉഷാറാക്കി ചെയ്തു കൊടുത്തു. അന്നവിടെ ആ ബന്ധം തുടങ്ങി. വർഷങ്ങളോളം അവർ കളിച്ചു. ഇതാണ് പറഞ്ഞത്, ഭർത്താക്കന്മാർ ഭാര്യമാരെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ആക്ഷേപിക്കൽ, തെറി പറയൽ, മര്യാദയ്ക്ക് കളിച്ചു കൊടുക്കാണ്ടിരിക്കൽ, ഇതൊക്കെ ഭയങ്കര സെറ്റാണ്. ഞാൻ സ്ത്രീപക്ഷത്താണ്. സ്ത്രീകൾക്കും വേണ്ടിയാണ് ഞാൻ സംസാരിക്കണം. അതുകൊണ്ടാണ് പുരുഷന്മാർ, അല്ലാണ്ട് എന്നെ ചീത്ത പറയണേ. അല്ലാതെ നാട്ടിൽ മുഴുവൻ കളി നടക്കണമെന്നല്ല. കളിയും നടക്കണം. എന്തിനെങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചേക്കണത്? വയ്യാത്തവരൊന്ന് കണ്ണടച്ചു കൊടുത്താൽ എന്ത് സുന്ദര കേരളമായിരിക്കും ഇത്. അല്ലാതെ സദാചാരം പൊഴുങ്ങി തിന്ന് സ്ത്രീകൾ, എത്രയോ സ്ത്രീകൾ രതിസുഖം കിട്ടാണ്ട് ഓരോ വീട്ടിലും വീർപ്പ് മുട്ടി കഴിയുന്നുണ്ട് 4 ചുവരുകൾക്കുള്ളിൽ. എനിക്കതിൻ്റെ പൾസറിയാം. അതുകൊണ്ടാണ് ഞാൻ സ്ത്രീകൾക്ക് കളിച്ചു കൊടുക്കുന്നത്, എനിക്ക് തരണതും. പിന്നെ കൂട്ടുകാർക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കരുത് കിട്ടണ മുതൽ. കാരണം എന്താണെന്നോ, എൻ്റെ ഒരു കൊച്ചാമ്മ എനിക്ക് പരിപാടിക്ക് തരും. അപ്പോൾ അവർക്ക് വെറൈറ്റി ആരെങ്കിലുമൊക്കെ അടിക്കുന്നത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാനെന്ത് ചെയ്ത്, എൻ്റെ ഒരു കൂട്ടുകാരൻ കന്യകനായിട്ട് നടക്കണം. അപ്പോൾ ഞാൻ ഇവരോടൊന്ന് സൂചിപ്പിച്ച് അവനൊരു വട്ടം ഒന്ന് കൊടുക്കുക. അപ്പോൾ അവർ മനസ്സിലോടെ സമ്മതിച്ച്. കാരണം ഇവൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയില്ലല്ലോ. അതാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു പെണ്ണ് കളിക്കണം, 2 പേരുടെ ഒപ്പം ബന്ധപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ സജസ്റ്റ് ചെയ്യാഞ്ഞതും കൊണ്ടുപോകാഞ്ഞതിൻ്റെ കാരണമാണ് ഈ പറഞ്ഞു തരുന്നത്. ഈ കൊച്ചാമ്മ സമ്മതിച്ച് ഞാൻ ഇവനെ കൊണ്ട് കയറ്റി കൊടുത്ത് മുറിയിൽ അവർ കളിച്ചു പോയി. പിന്നെ ശല്യമല്ലേ, ഇവൻ്റെ സാധനം പൊങ്ങുമ്പോഴൊക്കെ ഇവരുടെ അടുക്കള മുറ്റത്ത് ഈ തെണ്ടി പോയി നിൽക്കും രാത്രി. അവർക്കൊരു മോളുണ്ട്, ഭർത്താവ് ആഴ്ചയില മാസത്തില വരും. അതൊന്നും അന്വേഷിക്കാണ്ട് ഇവൻ അവിടെ പോയി നിൽക്കും മുറ്റത്ത്. ഒരു ദിവസം ഭർത്താവ് കണ്ട് കല്ലെടുത്ത് എറിഞ്ഞ് ഇവൻ ഓടി. ആളെ മനസ്സിലായില്ല. അപ്പോൾ ഈ പെണ്ണിനെ പറ്റി സംശയം അവിടെ ഉടലെടുക്കുകയല്ലേ. അന്ന് തൊട്ട് ഹരിശിവായ എൻ്റെ നാട്ടിലുള്ള എൻ്റെ കൂട്ടുകാർക്ക് ഒപ്പിച്ചു കൊടുക്കൽ ഞാൻ നിർത്തി. പിന്നെ ഈ തെണ്ടിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ നന്നാക്കി പിറ്റാക്കി പോകുന്നതൊക്കെ ഒന്ന് കൊടുക്കുകയും ചെയ്തു. മേലാല വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ അറിയാതെ ഇതെന്ത് ഈ സാമാനം എണീക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലുന്നത്. നിനക്കൊരു പ്രാവശ്യം എൻ്റെ രുചി അറിയാം. കൊതിയുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കാല് പിടിച്ചപ്പോൾ ഞാൻ നിന്നെ കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്ത് ഇപ്പോൾ അവരുടെ തെറി ഞാൻ കേട്ടുകൊണ്ട് നിൽക്കുക. വൃത്തികെട്ടവനെ ഈ വഴിക്ക് നീ ഞാൻ കണ്ടുപോയി നിന്നെ അടിച്ച് കണ്ടി ഞാൻ തെറിപ്പിച്ച് പേടിപ്പിച്ച്. പിന്നെ അവനാട് പോയിട്ടില്ല. അപ്പോൾ കൂട്ടുകാരൊന്നും കൂട്ടി ഏൽപ്പിച്ച് കൊടുക്കുക. കിട്ടണ രഹസ്യമായിട്ട് ചെയ്തോ ഒരു പ്രശ്നമില്ല. രഹസ്യമായിരിക്കണം, സേഫ്റ്റി ആയിരിക്കണം. ഇത് ഞാൻ നാട്ടിലുള്ള സദാചാരം പൊളിക്കാനെന്നല്ല എൻ്റെ ഉദ്ദേശം. പുരുഷൻ്റെ അടിമയല്ല സ്ത്രീ. പുരുഷൻ്റെ അതേ അവകാശങ്ങളും റൈറ്റ്സും ഉള്ളതാണ് സ്ത്രീകളും. അവർ മറ്റൊരു വീട്ടിൽ നിന്നും കല്യാണം കഴിച്ച് വേറൊരു വീട്ടിൽ വരികയാണ്. അവരവിടെ നിന്ന് പറിച്ച് നട്ടതാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് അവർ ചെറിയും കേൾക്കണം, അവൻ്റെ വെള്ളമടിക്ക് വന്നിട്ടുള്ള ശല്യം കൊള്ളണം, മര്യാദക്ക് പണിയെടുത്ത് കൊടുക്കില്ല. എത്രയോ വീടുകൾ ഇത് കാണുന്ന ആൾക്കാരുടെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെ ഉണ്ട് അങ്ങനത്തെ ക്യാരക്ടർ. വെറുതെയൊക്കെ പ്രശ്നം ഉണ്ടാകും. മറ്റുള്ളവരെ മുമ്പിൽ നിന്ന് ഭാര്യനെ ഇൻസൾട്ട് ചെയ്യുക, നാത്തുമാരെ തള്ളേൻ്റെ അടുത്ത്. ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്. ഈ പാവം പിടിച്ച പെണ്ണ് ചമ്മി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇവരുടെയൊക്കെ ഉള്ളിൽ ഭാര്യയൊക്കെ ഒരുണ്ട് കൂടെ ഉണ്ട്. അതിപ്പന്മാർ മനസ്സിലാക്കണില്ല.
അപ്പോഴാണ് ചാൻസ് കിട്ടുമ്പോൾ ഇവനോടുള്ള ആത്മാർത്ഥ സ്നേഹവും മകുടമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചാണ്ട് കിടന്ന് സദ്യയാണ്ട് ഊരി കിടന്ന് കൊടുക്കണേ. സ്ത്രീകളെ സ്നേഹിച്ച് കെയർ ചെയ്യും. കഴിയുന്നതും മദ്യപിച്ച് വീട്ടിൽ പോയിട്ട് കയറാണ്ട് എപ്പോഴെങ്കിലും അടിച്ചു രണ്ടെണ്ണം 5 എണ്ണം അടിച്ചു എപ്പോഴെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല. നിത്യത്തൊഴിലാകുമ്പോൾ ആ പെണ്ണ് വെറുക്കും, പ്രശ്നങ്ങളുണ്ടാവും. നമസ്കാരം. അടുത്ത വീഡിയോ നാളെ.